എല്ലാവരെയും പോലെ കുടുംബജീവിതം സന്തോഷമായിട്ട് നയിക്കാനാണോ അതോ പെണ്ണുമ്പോളയുടെ നടി കൊള്ളാനാണോ? രാജേഷ് ഇത്ര ദേഷ്യക്കാരനാണെന്ന് കെട്ടിച്ചു വിടുമ്പോൾ നമുക്കറിയത്തില്ലായിരുന്നു. അപ്പൊ കുറ്റം എന്റെ മോന്റേതായോ? അങ്ങനെ എത്ര പാവമായിരുന്നെന്ന് അറിയാവോ? നിങ്ങളുടെ മോള് വന്നതിന് ശേഷം എത്ര ദേഷ്യക്കാരനായോ? രാജേഷ് അവിടെ ആവശ്യമില്ലാതെ തല്ലിയുണ്ടല്ലോ. ഭർത്താക്കന്മാരായ ഭാര്യമാരെ അടിച്ചെന്നൊക്കെ ഇരിക്കും. നിങ്ങളുടെ ഭാര്യ തല്ലാറില്ലേ? അവര് തിരിച്ചടിക്കുവോ? അല്ല, ഈ രഥ നിങ്ങളെ ചാടി ചവിട്ടുന്ന ആലോചിച്ച് നോക്കി. ആണുങ്ങളായ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നൊക്കെ ഇരിക്കും. പെണ്ണുങ്ങളെ തിരിച്ചടിക്കാൻ തുടങ്ങിയ കുടുംബം എവിടെ പോയി നിൽക്കും? പിന്നെ ഇവിടെ കെട്ടിച്ചിട്ടത് ഇവിടെ കിടന്ന് അടിയുള്ളതാണ്. അപ്പൊ എന്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ? അമ്മ നീ മിണ്ടായി കേൾക്കാടെ. പിന്നെ ഏകാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടിട്ട് ഇവിടെ കിടക്കാനാണ്. അയ്യോ, അടിയൊന്നും അല്ല, ചവിട്ട്. ചവിട്ടെന്ന് പറഞ്ഞാൽ എന്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എന്റെ ചെറുക്കം വീണതങ്ങ് ഗീതയുടെ പറമ്പിലാ. അവിടുന്ന് അവർക്ക് എടുത്തോണ്ട് വന്നത്. അമ്മ ഈ ചെറുക്കൻ കിഴങ്ങനായി പോയണ്ടല്ലേ അവിടെ എടുത്തിട്ട് തട്ടുന്നത്. വേറെ വല്ലതാണ് ഇതൊക്കെ നടക്കൂ. അവിടെ തർക്കത്തല മരത്തിൽ കേട്ടല്ലോ. അല്ലേമ്മ, എനിക്കൊരു 30 സെക്കൻഡ് ഞാൻ അവരോട് സംസാരിച്ചോട്ടെ.